നമസ്കാരം സനോജി. നമസ്കാരം. നമ്മുടെ ലാലേട്ടൻ്റെ അതിമനോഹരം സിനിമയുടെ ഷൂട്ടിങ്ങിനുള്ള അനുമതി ശബരിമലയിൽ നിഷേധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അതിന് അനുമതി കൊടുത്തത് തന്നെ ഈ കഴിഞ്ഞ ദിവസം തത്വമയി പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. പക്ഷെ വലിയ വിവാദമായിരുന്നു. അതേ തുടർന്നാണോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ലാലേട്ടൻ്റെ സിനിമ ശബരിമലയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കാത്തത്? അല്ല, ഈ ശബരിമല എന്ന് പറയുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വന തീർത്ഥാടന കേന്ദ്രമാണ്. പ്രത്യേകിച്ചും വെസ്റ്റേൺ ഗാട്സിലെ നമ്മുടെ സഹ്യപർവ്വത നിരകളിലെ പെരിയാർ ടൈഗർ റിസർവിൽ ഉൾപ്പെട്ട പ്രദേശത്താണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വളരെ ഫ്രജൈലായിട്ടുള്ളൊരു പ്രദേശം കൂടിയാണത്. അതുമാത്രമല്ല, ഇത് കടുവകളുടെ ആവാസ വ്യവസ്ഥയാണ്. ഈ പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്ന ഒരു പരിധിയിൽ വരുമ്പോൾ നിയമങ്ങൾ ഒന്നുകൂടി, അല്ലെങ്കിൽ തന്നെ ഈ വനവകുപ്പിൻ്റെ നിയമങ്ങൾ കർക്കശമാണ് ഇത്തരത്തിലുള്ള ഷൂട്ടിംഗ് സംബന്ധിച്ചും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കും സംബന്ധിച്ചുമൊക്കെ. ഇപ്പോൾ നമുക്കറിയാം, ബ്രഹ്മാണ്ഡ ചിത്രമായ ബാഹുബലി, രാജമൗലി അത് ലോകത്ത് പല വനങ്ങളും അദ്ദേഹം ചിത്രീകരിക്കാൻ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അവസാനം അദ്ദേഹത്തിന് പെർമിഷൻ കിട്ടിയത് ഇവിടെ കേരളത്തിലാണ്, നമ്മുടെ കണ്ണൂർ വനങ്ങളിലാണ് അത് ചിത്രീകരിച്ചത്. എന്ന് പറഞ്ഞതുപോലെ ഈ ഓരോ സ്ഥലത്തും ഈ അതിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അത് എന്ത് തരത്തിലുള്ള റിസർവ് ഫോറസ്റ്റ് ആണെന്നുള്ളതിനെ അടിസ്ഥാനമാക്കി നിയമങ്ങളിലും മാറ്റം വരും. അപ്പോൾ ഈ കടുവ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു മൃഗമാണ്, മാത്രമല്ല ഭാരതത്തിൻ്റെ ദേശീയ മൃഗമാണ്. അപ്പോൾ അതിൽ തന്നെ എണ്ണത്തിൻ്റെ കുറവ് വരുന്നു, അവരുടെ വംശവർധനയ്ക്ക് വിഘാതമാകുന്ന കാര്യങ്ങൾ കാടിനകത്ത് സംഭവിക്കുന്നുവെന്ന് കണ്ടെത്തി 1980-കൾക്ക് ശേഷം ഇത്തരത്തിൽ ഒരു നിയമം കർശനമാക്കിയിരുന്നു. കടുവകളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യർ ആവശ്യമില്ലാതെ കടന്നു ചെല്ലരുത്, മാത്രമല്ല അവരെ സ്വച്ഛമായി വിഹരിക്കേണ്ട ഒരു മൃഗമാണ് കടുവ. അല്ലാതെ കടുവയെ കൂടെ ചെന്ന് അതിൻ്റെ കൂടെ താമസിക്കാനോ അല്ലെങ്കിൽ അവിടെ ചെന്ന് വെള്ളം ഉണ്ടാക്കാനോ അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് തന്നെ കടുവകളെ സ്വച്ഛമായി വിടുക, അവരുടെ സ്വതന്ത്രമായ അവരെ സ്വൈരവിഹാരത്തിന് വിടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സിനിമ ഷൂട്ടെന്നൊക്കെ പറയുമ്പോൾ വലിയ യൂണിറ്റും ഒരുപാട് ആളുകളുമൊക്കെ എത്തുന്ന ഒരു സമയമാണ്. മാത്രമല്ല, യൂണിറ്റ് വണ്ടി അവിടേക്ക് കടന്നു വരുന്നു, ജനറേറ്ററുകൾ മണിക്കൂറുകളും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം, വെളിച്ചം, പിന്നെ ഒട്ടനവധി മാലിന്യ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. എന്തായാലും കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വരും, കുപ്പിവെള്ളം, പ്ലാസ്റ്റിക് ഒക്കെ അവിടെ വീഴും. അപ്പോൾ ഇതൊക്കെ ഭക്ഷിച്ചുമൊക്കെ ഈ മൃഗങ്ങൾക്ക് മുമ്പും അപകടമുണ്ടായിട്ടുണ്ട്. ശബരിമലയിൽ തന്നെ ഈ ഓരോ മണ്ഡലകാലം കഴിയുമ്പോഴും പ്ലാസ്റ്റിക് നിരോധനം പൂർണ്ണമായി വന്നതിൻ്റെ ഒരു കാരണം അങ്ങനെയായിരുന്നു. നമുക്കറിയാം, ഇന്നും ഈ ചെറിയാനവട്ടം, വലിയാനവട്ടം ഭാഗങ്ങളിലൊക്കെ ഈ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ കൂടിക്കിടന്ന് അവിടെ ആന അത് ഭക്ഷിച്ച് ആന മരണപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി മുൻ വർഷങ്ങളിൽ. അപ്പോൾ ഇതിനെ തുടർന്നാണ് വനംവകുപ്പ് വളരെ കർശനമായ ചില നിയമങ്ങൾ അവിടെ കൊണ്ടുവരുന്നത്. കുപ്പിവെള്ളം പാടെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും നിരോധിക്കുന്നത് അങ്ങനെയാണ്. പമ്പാ തീർത്ഥം എന്ന പേരിൽ കുടിവെള്ളം അവിടെ ലഭ്യമാക്കി. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സിനിമയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ, ശബരിമല ക്ഷേത്രം, ശബരിമല കാനന ശ്രീലകമാണ്. അവിടെ ഇപ്പം ഗുരുവായൂർ, നമുക്കറിയാം, ഗുരുവായൂർ ഒരു സിനിമ പോലും അവിടെ ഷൂട്ടിങ്ങിന് പെർമിഷൻ കൊടുക്കാറില്ല. പണ്ട് കാലങ്ങളിൽ നൽകിയിരുന്നു. കാര്യം പണ്ട് കാലങ്ങളിൽ അത്ര പ്രശസ്തി ആർജിച്ച് വരുന്ന ഒരു സമയമാണ്. മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ ഇതുപോലെ വലിയൊരു ജനബാഹുല്യമൊന്നും എത്താറില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരുന്നു നിയമങ്ങളൊക്കെ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നടന്നിരുന്നു എന്നുള്ള പേരിലാണ് പലപ്പോഴും വീണ്ടും ഇത്തരത്തിലുള്ള ഷൂട്ടിംഗ് പെർമിഷനുകളുമായി സിനിമാക്കാർ ഈ ക്ഷേത്രങ്ങളെ സമീപിക്കുന്നത്. മനോജി, വേറൊരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ ഈ ഒറിജിനൽ ക്ഷേത്രത്തെക്കാളും വെല്ലുന്ന രീതിയിൽ കമനീയമായ സെറ്റുകൾ എയിലും മറ്റും നിർമ്മിക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഒരു ഒറിജിനാലിറ്റി വേണം എന്നുള്ള ഒരു സംവിധായകൻ്റെ ശാഠ്യമാകാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചെല്ലുന്നത്. ശബരിമലയിൽ ഒരുപക്ഷെ പൂർണ്ണമായ രീതിയിൽ അവസാനമായി ഒരു സിനിമ ചിത്രീകരിക്കുന്നത് 1986-ലാണ്. നമ്പിനാർ കെടുവതില്ലേ എന്നുള്ള ഒരു സിനിമ, തമിഴ് സിനിമയാണ്. ആ സിനിമ ഒട്ടനവധി വിവാദവും ഉണ്ടാക്കി. കാര്യം അന്ന് 18-ാം പടിക്ക് താഴെ വരെ ചില നർത്തകിമാരെ കൊണ്ടുപോയി അവിടെ നൃത്തം ചെയ്യിച്ചു എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിലേക്ക് കേസ് വരുന്നു. ഒരുപക്ഷെ യുവതീ പ്രവേശനം, പമ്പയ്ക്കപ്പുറത്തേക്ക് യുവതികൾ കടന്നു പോകാൻ പാടില്ല എന്നുള്ളൊരു നിയമം വലിയ ശ്രദ്ധയിൽ വരുന്നതും ഈ ഒരു ചിത്രീകരണത്തിന് ശേഷമാണ്, 1986-ന് ശേഷം. അതുവരെ അത് ആചാരമായിരുന്നെങ്കിൽ അതിനുശേഷം അത് ഒരു നിയമത്തിൻ്റെ പ്രാബല്യത്തിൽ ഈ കേസ് കോടതിയിലെത്തിയതോടുകൂടി അങ്ങനെ വരാൻ തുടങ്ങി. ഒടുവിൽ അതിനെ ചലഞ്ച് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ 2018-ലെ സുപ്രീം കോടതി വിധിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ഒക്കെ അതിൻ്റെ ഒരു ബാക്കി പത്രം മാത്രമാണ്. പക്ഷേ ഇത് നമ്മൾ കുറച്ചുകൂടി വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഇത് തുടങ്ങിയത് 1986-ൽ ഈ ഒരു ചിത്രത്തിൻ്റെ അത് ഒട്ടനവധി നിയമപ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും നിയമത്തിൻ്റെ മുന്നിൽ വരേണ്ടി വന്നു. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം നമുക്കറിയാം,
22 ഉണ്ണി മുകുന്ദൻ നായകനായ മാളികപ്പുറം. പക്ഷേ അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ അവർ വളരെ കണ്ണിങ് ആയിട്ട് ചെയ്തു. ശബരിമല എന്ന് തോന്നിക്കുന്ന രീതിയിൽ ശബരിമലയുടെ വലിയ നടപ്പന്തൽ വരെ സിനിമയിൽ ഒറിജിനലായി ഉപയോഗിച്ചിട്ട് 18-ാം പടി അടക്കമുള്ള ബാക്കി ഭാഗങ്ങൾ അവർ സ്റ്റുഡിയോയിൽ സെറ്റിട്ടാണ് ഷൂട്ട് ചെയ്തത്. അത് അവരുടെ കലാസംവിധായകന്റെ മിടുക്കാണ്. തിരിച്ചറിയാത്ത രീതിയിൽ വളരെ കൃത്യമായി അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്ന ഹരിവരാസനം എന്ന് പറയുന്ന സിനിമ തത്വമയി അത് കവർ ചെയ്തതാണ്. അതിൻ്റെ പൂജാവേളയിൽ എല്ലാവരെയും റീലും ഷോർട്സും ഒക്കെ കണ്ടതാണ് എല്ലാവരും. കാര്യം ഒറിജിനൽ ശബരിമല വെല്ലുന്ന രീതിയിലുള്ള ഒരു സെറ്റ്, കമനീയമായ 18-ാം പടിയുടെ സെറ്റ്, അതിൻ്റെ താഴെയാണ് ആ പൂജാ ചടങ്ങുകളൊക്കെ നടന്നത്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ എന്തിനാണ് ശബരിമലയിൽ പോയി അവിടെ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് ശാഠ്യം പിടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിനിടയിലാണ് ഈ കഴിഞ്ഞ മകരവിളക്ക് സീസണിൽ, അതായത് 2026 മകരവിളക്ക് ദിവസം ശബരിമലയിൽ വീണ്ടും ഒരു സിനിമ അനുവാദമില്ലാതെ ചിത്രീകരിച്ചു എന്നുള്ള പേരിൽ വിവാദങ്ങളിലേക്ക് വരുന്നത്. അനുരാജ് മനോഹർ, മലയാളത്തിലെ പുതുമുഖ സംവിധായകനാണ് അദ്ദേഹം. നരിവേട്ട എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രത്തിന് വേണ്ടിയുള്ള ചില രംഗങ്ങൾ, അതിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ചില ഷോർട്ട് റഷസ്, അതായത് ഈ മകരവിളക്ക് ദിവസമുള്ള ശബരിമല സന്നിധാനത്തിൻ്റെ തിരക്കും മറ്റും മാത്രമാണ് അവർ ഷൂട്ട് ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ അവർ IG ശ്രീജിത്തിൻ്റെ പെർമിഷൻ എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് അവർ പറയുന്നു. പക്ഷേ ഇത് വനം വകുപ്പും ദേവസ്വം ബോർഡും അറിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ഇതിലെ വിവാദം. അതേ തുടർന്ന് അതിൻ്റെയും ഷൂട്ട് ചെയ്ത ഭാഗങ്ങളടക്കം ഇവർ സമർപ്പിക്കേണ്ടി വന്നു, സറണ്ടർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതും ഒരു അനിശ്ചിതത്വത്തിലേക്ക് പോയി. അതിനുശേഷമാണ് ഈ അതിമനോഹരം എന്ന സിനിമയുടെ വരുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച വന്ന വാർത്തകൾ, അതിമനോഹരം എന്ന തരുൺ മൂർത്തി മോഹൻലാൽ ചിത്രത്തിന് ശബരിമലയിൽ സന്നിധാനത്ത് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ദേവസ്വം ബോർഡ് നൽകി. ചില നിബന്ധനകൾ അടിസ്ഥാനമാക്കിയാണ് ഇത് നൽകിയത്. അതായത് ശബരിമലയുടെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ വികലമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഒന്നുമില്ല എന്ന് തിരക്കഥ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കണം. അതിനുവേണ്ടി തിരക്കഥയുടെ ഒരു കോപ്പി ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ശബരിമലയിലെ ആചാരങ്ങൾക്കും മറ്റും ഒരു കോട്ടം തട്ടാത്ത രീതിയിൽ വേണം ചിത്രീകരണ അതിൻ്റെ ഓരോ ഘട്ടവും പുരോഗമിക്കേണ്ടതെന്നുള്ള കുറേ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ പരാതി കൊടുത്തത്. പക്ഷേ അതിന് തൊട്ട് പിന്നാലെ ഇന്നിപ്പോൾ ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുന്നു, ഒരു കാരണവശാലും സിനിമാ ഷൂട്ടിങ്ങിന് സന്നിധാനം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അതിന് പിന്നാലെ വനം വകുപ്പും പെരിയാർ ടൈഗർ റിസർവും കടുത്ത നിയമവുമായി വന്നിരിക്കുന്നു. അതുതന്നെയാണ് ഇതിലെ ഈ ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെ അല്ല പ്രശ്നം, പോലീസിൻ്റെതും അല്ല പ്രശ്നം. ഈ വനം വകുപ്പിൻ്റെ നിയമങ്ങളാണ് ഇവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാനും പോകുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടാണ്. അതിനുള്ളിലാണ്, അതിൻ്റെ ഉള്ളിലെ ഘോര വനാന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇന്നും അറിയാം, ക്ഷേത്രം ഒരു എന്താ പറയുക, ആധുനികവൽക്കരണത്തിൻ്റെ പാതയിലാണെങ്കിലും അതിന് ചുറ്റും ഇപ്പോഴും കൊടും കാടാണ്. കടുവയും കരടിയും ആനയും ഒക്കെ യഥേഷ്ടം വിഹരിക്കുന്ന കൊടും കാട് തന്നെയാണ് ശബരിമല പൂങ്കാവനം. അതുകൊണ്ട് തന്നെ അവിടെ ആ ആവാസ വ്യവസ്ഥ തകർക്കുന്ന രീതിയിലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വനം വകുപ്പ് ഒരു കാരണവശാലും അവിടെ അനുവദിക്കില്ല. അവരുടെ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് തന്നെയാണ്, കർശനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കടുംപിടുത്തം പിടിച്ചുകൊണ്ട് അവർ ഈ ഷൂട്ടിംഗ് അനുമതി നിഷേധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ചിത്രത്തിൻ്റെ സംവിധായകനായ തരുൺ മൂർത്തി കോടതിയെ സമീപിച്ചിരിക്കുന്നു ഇതിൻ്റെ പെർമിഷനായി. പക്ഷേ കോടതിയും ഇത് ഒരു അനുകൂലമായ നിലപാടിലേക്കല്ല പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് പ്രത്യേകിച്ചും ഇത് തന്നെയാണ് കാര്യം. കോടതിക്കും ഇത് ചലഞ്ചിങ് ആയി മാറും ഈ വിഷയങ്ങൾ. ഈ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തുടരെ ഇതിനുള്ള തുടരെ എന്നുള്ളതല്ല മനോജ്. കാര്യം ഇത് ഇവർ പറയുന്ന ഈ കാര്യങ്ങളൊന്നും പാലിക്കാൻ ഈ കാസ്റ്റ് ആൻഡ് ക്രൂവിന് പറ്റില്ല, ഒരു കാരണവശാലും പറ്റില്ല. ഇത്രയും വലിയൊരു ക്രൂ അവിടെ എത്തിച്ചേരുന്നു, ഈ പറയുന്ന പോലെ ലൈറ്റ് സംവിധാനങ്ങൾ മറ്റെല്ലാം വരുമ്പോഴത്തേക്കും ആ ഒരു അന്തരീക്ഷത്തെ ഇത് പൂർണ്ണമായും തകിടം മറിക്കും. അപ്പൊ ചോദിക്കും, ഇത്രയധികം ഭക്തജനങ്ങൾ അവിടെ വന്നു പോകുന്നില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ തീർത്ഥാടനം ഈ പറഞ്ഞതുപോലെ ഭക്തരെ നിയന്ത്രിച്ചൊക്കെ കൊണ്ടുപോകേണ്ടതാണ്. ഇപ്പൊ വെർച്വൽ ക്യൂ ഒക്കെ സംവിധാനമൊക്കെ ഏർപ്പെടുത്തി അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ കഴിഞ്ഞ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ പറഞ്ഞത് വർഷത്തിൽ 365 ദിവസം ശബരിമല നട തുറക്കണമെന്ന്. എന്തായിരിക്കും അവസ്ഥ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ സനോജി ഇപ്പോൾ പറഞ്ഞതുപോലെ ആധുനികവൽക്കരണവും നാഗരികവൽക്കരണവും ഒക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ പോലും പണ്ടുള്ളവർ പറയുമായിരുന്നു ശരിക്കും അങ്ങോട്ടേക്ക് കഷ്ടപ്പെട്ട് തന്നെ പോകണം, കാനനപാത ചവിട്ടി തന്നെ പോകണമെന്ന് പറഞ്ഞിരുന്നത് ഒരുപക്ഷെ ഈ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കണമെന്നുള്ള അയ്യപ്പന്റെ ഉത്തരവാദിത്വം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം. അല്ല മനോജി, ഇപ്പൊ ഇത് പറയുമ്പോൾ ചോദിക്കും, മുമ്പും ഈ 86 സിനിമകളൊക്കെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ശ്രീനിവാസന്റെ ചിന്താവിഷ്ട ശ്യാമള വന്നിട്ടുണ്ട്. ചിന്താവിഷ്ട ശ്യാമളയും ഈ മാളികപ്പുറത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ കണ്ണിങ് ആയിട്ട് ശബരിമലയുടെ ആ ഒരു ആംബിയൻസ് അവർ നന്നായിട്ട് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പമ്പാ നദി സ്നാനം ഉൾപ്പെടെയുള്ള ആംബിയൻസുകൾ അവർ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ സന്നിധാനം അവർ ഈ പറയുന്ന പോലെ സെറ്റും വൈറ്റ് ഷോട്ടും ഒക്കെ ആക്കി കാണിച്ചാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ നിരവധി സിനിമകൾ, ഇപ്പൊ സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന എക്കാലത്തെയും ഹിറ്റായിട്ടുള്ള മെർലാൻഡ്
നിർമ്മിച്ച സിനിമയുണ്ട്. ആ സിനിമയുടെയും ചില ഭാഗങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് സന്നിധാനത്തിൻ്റെ മുകളിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം മധു ഹരിവരാസനം പാടുന്ന ഷോട്ടൊക്കെ, അതിൻ്റെ വൈറ്റ് ഷോട്ടൊക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ക്ലോസ് മാത്രമാണ് മെർലാൻഡ് സ്റ്റുഡിയോയ്ക്കുള്ളിൽ സെറ്റിട്ട ശബരിമല ക്ഷേത്രം നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാലത്തിനനുസരിച്ച് അവിടെ നിയമങ്ങളും മാറി മാറി വരികയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പോലും വിലക്കുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ചും തത്വമയിക്ക് ഒരു അപ്രഖ്യാപിത വിലക്ക് തന്നെ സന്നിധാനത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ഈ നിയമത്തിന്റെ പേരിലല്ല, കഴിഞ്ഞ PS പ്രശാന്തിന്റെ കൊള്ളർതായ്മകൾ സധൈര്യം വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ നേരിടേണ്ടി വന്ന കാര്യമാണ് നമുക്ക് അവിടെ ഏർപ്പെടുത്തിയ അപ്രഖ്യാപിത ഊരുവിലക്ക്. അത് ഇപ്പോഴും തുടരുകയാണ്. ഇനി എന്തായി തീരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അല്ല, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ വരുന്ന മകരവിളക്ക് മുതൽ മാധ്യമങ്ങൾക്ക് മുഴുവൻ, അതായത് സാറ്റലൈറ്റ് ചാനലുകൾക്കടക്കം ശബരിമലയിൽ വലിയ നിയന്ത്രണങ്ങൾ വരാൻ പോവുകയാണ്. അതായത് ഈ മകരവിളക്കിന്റെ തത്സമയ സംപ്രേഷണങ്ങൾ മാധ്യമങ്ങൾക്ക് ലൈവ് ചെയ്യാം. 18ാം പടിക്ക് താഴെ മാത്രം ക്യാമറകൾ വെച്ച് ലൈവ് ചെയ്യാം. 18ാം പടിക്ക് മുകളിലുള്ള ചടങ്ങുകൾ ദേവസ്വം ബോർഡ് തന്നെ എടുത്ത് അവരൊരു ചാനൽ വഴി അപ്ലോഡ് ചെയ്ത് മറ്റ് ചാനലുകൾക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്ന രീതിയിൽ ഒരു സജ്ജീകരണം അവർ ആലോചിക്കുന്നുണ്ട്. അതെ, അങ്ങനെ ഒരു ഇത് ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കോടതി അതിൽ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സോപാനത്തെ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ സോപാനത്തിൻ്റെ മുകളിലുള്ള തകിടിലൊക്കെ ക്യാമറാമാൻമാർ ചവിട്ടി നിൽക്കുകയും അതുവഴി കേബിളുകൾ വലിച്ചു കെട്ടിയത് വഴി അതിൻ്റെ അറ്റം പൊട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ കോടതിയുടെ നിരീക്ഷണത്തിൽ വന്നതുകൊണ്ട് തന്നെ കോടതി ഈ ക്യാമറകൾ ഒരുമിച്ച് തടിച്ചു കൂടുന്നത് അവിടെ ഇപ്പോൾ പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഒരു ചാനൽ ഹരിവരാസനം അവിടെ ലൈവ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം പിടികെട്ടിയ മറ്റ് ചാനലുകൾ, കമ്മ്യൂണിസ്റ്റ് ചാനലുകൾ പോലും തൊട്ടടുത്ത മാസം മുതൽ അവിടെ ക്യാമറയും കൊണ്ടുവച്ച് ഹരിവരാസനം ലൈവ് തുടങ്ങി. അങ്ങനെ ഈ സോപാനത്ത് ഒരു തിരക്ക്, ഭക്തജനങ്ങളുടെ തിരക്ക് കൂടാതെ ക്യാമറകളുടെ ഒരു തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അതിനെ തുടർന്നാണ് ഇപ്പോൾ കോടതി ശക്തമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. എന്തായാലും ദൃശ്യം ഭക്തജനങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് തന്നെ അതിനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തും. അതിൻ്റെ ഔട്ട് മറ്റ് ചാനലുകൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള എൻ്റെ പേഴ്സണൽ അനുഭവങ്ങളും കൂടെ ഉണ്ട്. കാര്യം രാത്രി 2 മണിക്ക് ആരുമില്ലാത്ത ശബരിമല ഷൂട്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യമൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയൊന്നും ഒരിക്കലും അത് നടക്കില്ല എന്നുള്ളതാണ്. ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത് ഞാൻ പറയുന്നത് ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം 20 വർഷം മുമ്പുള്ള കാര്യമാണ്. അന്ന് നമുക്ക് അവിടെ മാധ്യമങ്ങൾക്കൊക്കെ ഈ ഓരോ മണ്ഡലകാലത്തിന് മുമ്പും നമ്മളതിൻ്റെ റഷ് ഷോട്ട് എടുക്കാനും ഡോക്യുമെൻ്ററി തയ്യാറാക്കാനും മറ്റ് വാർത്താ ചിത്രങ്ങൾ തയ്യാറാക്കുന്നതിനൊക്കെ നമ്മൾ ചിലപ്പോൾ 1 മാസം മുമ്പൊക്കെ അവിടെ പോയി തമ്പടിക്കും. അപ്പോൾ തമ്പടിച്ച് ഷൂട്ട് ചെയ്താണ് ഈ റഷസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്, ഈ ആളും ആരവവും ഒന്നും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ശബരിമല. അതൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. അപ്പോൾ ഇനി അങ്ങനെയുള്ള ദൃശ്യങ്ങളൊന്നും പക്ഷേ ഒരു മാധ്യമങ്ങൾക്കും പകർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡ്രോൺ പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ശബരിമല. പോലീസിൻ്റെ പ്രത്യേക സുരക്ഷാ മേഖല കൂടി ആയതുകൊണ്ട് തന്നെ ഡ്രോൺ ഒരു കാരണവശാലും അനുവദിക്കാത്ത ഒരു സ്ഥലം കൂടിയാണ് ശബരിമല. ശബരിമലയിൽ ഡ്രോൺ നിരോധനം പൂർണ്ണമാണ്. ശബരിമലയിലും പമ്പയിലും പരിസര പ്രദേശങ്ങളിലും. സുരക്ഷാ കാരണങ്ങൾ കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത്. അതെ. പോലീസിന് മാത്രമാണ് അവിടെ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രങ്ങൾ പകർത്താനുള്ള ഒരു പെർമിഷൻ കോടതി കൊടുത്തിട്ടുള്ളത്. അതവരുടെ നിരീക്ഷണത്തിന്റെ ഭാഗമായി മാത്രം. ഈ ദൃശ്യങ്ങൾ മറ്റ് ആർക്കും ലഭ്യമാക്കാനോ മറ്റ് യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള ഒരു കോടതി നിഷ്കർഷയും പോലീസിന് കൊടുത്തിട്ടുണ്ട്. അതവർ പാലിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും മനോജ്, ഈ മറ്റൊരാംഗിളിൽ നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ്, അത് ശബരിമലയിൽ ഷൂട്ട് ചെയ്യുന്നു, അതിനൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ മറുഭാഗത്ത് നോക്കുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിലുപരി അവിടുത്തെ ആ ഒരു ആവാസ വ്യവസ്ഥ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ശബരിമലയാക്കുന്നത് ആ ഒരു ആവാസ വ്യവസ്ഥയാണ്. പ്രകൃതി തന്നെ ഈശ്വരനായി മാറുന്ന ഒരു പുണ്യ സങ്കേതമാണ് ശബരിമല, അല്ലെ? മറ്റൊരു ഇങ്ങനെ ഒരു തീർത്ഥാടനം ലോകത്തെവിടെയും ഇല്ല. പ്രകൃതി തന്നെ ആ ഒരു തീർത്ഥാടനം ദൈവമായി മാറുന്നു. പ്രകൃതിയിൽ അലിഞ്ഞുള്ള ഒരു വ്രതനിഷ്ഠയൊക്കെയാണ് ആ ശബരിമല യാത്രയ്ക്കൊക്കെ കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. അപ്പൊ അത് പോലും ആചാരമായി വരുന്നൊരു, അതെ, മാലയിട്ട് കഴിഞ്ഞാൽ കുരങ്ങനും പുഴുവും അവിടെയുള്ള ഓരോ ജീവിയും, അതെ, വാഹനം പോലും അയ്യപ്പനാണ്, അല്ലെ? നമ്മളെ പമ്പ വരെ എത്തിക്കുന്ന വാഹനം അയ്യപ്പനാണ്. അവിടെ കാണുന്ന പോലീസ്
പോലീസ് അയ്യപ്പന്മാരാണ്. അവിടെ ആ കാട്ടിൽ കാണുന്ന മൃഗങ്ങൾ അയ്യപ്പന്റെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ആ പ്രകൃതി, ആ ആവാസ വ്യവസ്ഥ ഒന്നടങ്കം അയ്യപ്പ ചൈതന്യം നിറയുന്നത് ഒരുപക്ഷെ ആവാസ വ്യവസ്ഥ അങ്ങനെ പരിരക്ഷിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ആവാസ വ്യവസ്ഥയിലെ ഒരു പ്രധാനപ്പെട്ട മൃഗം കാനനവാസനായ അയ്യപ്പൻ പുലിപ്പുറത്തിരിക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ വരയൻ പുലിയെയും ഇത്തരത്തിലുള്ള കടുവകളെയും പുള്ളിപ്പുലികളെയും ഒക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അതിന് വിഘാതമാകുന്ന രീതിയിലുള്ള ഒരു കടന്നുകയറ്റവും അവിടെ നടക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നുള്ളതാണ് തത്വമയുടെയും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. നല്ല ശബരിമലയുടെ സെറ്റ് ഇടട്ടെ. അതെ, ഇതിപ്പോ വലിയൊരു ആനക്കാര്യമൊന്നുമല്ല. വിചാരിച്ചാൽ ഇതിനേക്കാളും വളരെ മനോഹരമായി അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ടാക്കി അത് വളരെ ഒന്നുകൂടി ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാം. മോഹൻലാലിന്റെ സിനിമയാകുമ്പോൾ സാമ്പത്തികമായിട്ടും വലിയ ഞെരുക്കമൊന്നും ഉണ്ടാകാനുള്ള ഒരുപക്ഷെ ആ ശബരിമലയുടെ ഒരു ആംബിയൻസും അവിടെ നിന്ന് അഭിനയിക്കുമ്പോൾ ഒരു ഫീലിംഗും ഒക്കെ വരാൻ വേണ്ടിയായിരിക്കണം ഇതിന്റെ ഡയറക്ടർ അങ്ങനെ ഒരു നിഷ്കർഷ വയ്ക്കുന്നത്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. തരുൺമൂർത്തി ഒരു ആചാര ലംഘകനൊന്നുമല്ല. ഈ അനുരാജ് മനോഹറിനെ പോലെ വലിയ ഭക്തനാണ്. തരുൺമൂർത്തി ആകട്ടെ മോഹൻലാലാകട്ടെ ഇവരൊന്നും ആചാരം ലംഘിക്കാനല്ല അവിടെ സിനിമ എടുക്കുന്നത്. അവർ ആ സിനിമയുടെ ഔട്ട്പുട്ട് നന്നാക്കാൻ വേണ്ടിയാണ് അത് അവിടെ തന്നെ ചിത്രീകരിക്കണമെന്ന് പറയും. പക്ഷെ ചിത്രീകരണത്തിന് മറുഭാഗം കൂടിയുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾക്കടക്കം അവിടെ എന്തായാലും വിലക്കുണ്ട്. എല്ലാ മാധ്യമങ്ങൾക്കും ആഗ്രഹമുണ്ട് അവിടുത്തെ വിഷ്വൽസ് ഡെയിലി ഇതുപോലെ വിടണമെന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് അവർ സഹകരിക്കുന്നത്? അവിടുത്തെ ആചാരം അങ്ങനെ നിലനിൽക്കണം, അവിടുത്തെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അവിടെ വരാൻ പാടില്ല, അവിടുത്തെ ഒരു ടോട്ടൽ ആ ഒരു സാനിറ്റി നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അത് ആ ഒരു എന്താ പറയാ പാവനത്വം, ആ ഒരു പവിത്രത അത് അങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്തേ മതിയാവും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അതിമനോഹരം എന്ന സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് ശബരിമലയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് തരുൺമൂർത്തി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എന്തായാലും നടക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ആയി കഴിഞ്ഞു. ഒരു നിയമയുദ്ധത്തിന് പോയി കഴിഞ്ഞാലും അതിൻ്റെ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് തരുൺമൂർത്തി എന്നുള്ളൊരു മാസ്റ്റർ ക്രാഫ്റ്റ് ഫിലിം മേക്കർ ഈ ഒരു സിനിമയെ സമീപിക്കുന്നത് എന്നുള്ളത് ആണ് അതിശയിപ്പിക്കുന്നത്. നമ്മളൊരു പക്ഷേ അതിശയിപ്പിച്ചേക്കും. ഇനിയിപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സ്പിരിറ്റ് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയെങ്കിലും ആ സീൻ വളരെ നന്നായിട്ട് വേറൊരു രീതിയിൽ ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതങ്ങനെയാണ് ആ സംവിധായകൻ, യുവ സംവിധായകൻ അത് അഭ്രപാളികളിലേക്ക് എത്തിക്കുന്നതെന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് ഞാനും ഉദ്യോഗത്തോടെ കാത്തിരിക്കുന്നത്. ഷോട്ടൊക്കെ എടുത്ത തരുൺമൂർത്തി ഇങ്ങനെ നമ്മുടെ മുൻപിലേക്ക് അഭ്രപാളിയിൽ കൊണ്ടുവരുമെന്നുള്ളത് കൗതുകകരമായൊരു കാഴ്ച. സനോജി, അവസാനമായിട്ടൊരു ചോദ്യം. സിനിമയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല, പക്ഷേ ഈ മാധ്യമ നിരോധനങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ദേവസ്വം ബോർഡ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നാം കാണുന്നതുമാണ്. ഈ മാധ്യമ നിരോധനം അതിനൊരു മറയാകില്ലേ പലതിനും? മാധ്യമങ്ങളുടെ ശ്രദ്ധ അവിടെയുള്ള, കാരണം തത്വമായി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെ പുറത്തു. അല്ല, ഇപ്പം മാധ്യമങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ പുറത്തു വരുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ആദ്യമായി തത്വമയിലൂടെ തന്നെ പുറത്തു വിടുന്നത്. തത്വമയിക്ക് അവർ വിലക്ക് ഏർപ്പെടുത്തിയതാണ്. അതിനുശേഷമാണ് തത്വമയിലൂടെയാണ് ഈ ഒരു വാർത്ത ലോകം അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് നമ്മൾ അവിടെ തന്നെ അടയിരിക്കണമെന്നൊന്നുമില്ല. വാർത്ത നല്ലൊരു മാധ്യമ പ്രവർത്തകനൊന്നും അല്ല. ഇത് എല്ലാം കൂടെ ചേരുമ്പോൾ സംഭവിക്കുന്നതാണ്. അത് കൃത്യമായി നമ്മൾ എത്തേണ്ട വാർത്തയാണെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിച്ചേരും. അത് എവിടെയാണെങ്കിലും എത്തിച്ചേരും. അതിനകത്ത് ഒരു പ്രശ്നമില്ല. അതിനി പ്രശാന്തല്ല, ജയകുമാറല്ല, ആര് വിചാരിച്ചാലും അങ്ങനെ മൂടിക്കെട്ടാൻ പറ്റുന്ന വാർത്തകളൊന്നും അല്ല. ആ വാർത്തകൾ കൃത്യമായി എത്തും, അത് ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും. എന്തായാലും വളരെ നന്ദി സനോജി. അതിമനോഹരം എങ്ങനെയാകുമെന്നുള്ളത് സ്ക്രീനിൽ കാണാം. ശേഷം സ്ക്രീനിൽ. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.